ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ ഭാഗം തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മുടെ ചിന്താവിഷയം എന്താണ്? അത്യാഗ്രഹം മൂലമുണ്ടാകുന്ന ആപത്ത്. അത്യാഗ്രഹം മൂലമുണ്ടാകുന്ന ആപത്ത്. അപ്പൊ നമ്മുടെ ആപത്ത് എന്താണ്? ഏറ്റവും വലിയ ആപത്ത് എന്താണ്? അത്യാഗ്രഹം ഉണ്ടായാൽ നമുക്ക് ഏറ്റവും വലിയ ആപത്ത് എന്താ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആപത്ത് എന്താ? ശപിക്കപ്പെട്ടവരെ എന്നിൽ നിന്ന് അകന്നു പോകുക, സാത്താനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറയുന്ന കഠിന സ്വരം കേൾക്കുന്നതാണ്. അപ്പൊ നമ്മള് മരിച്ചു കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ ആത്മാവിനെ ആയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മ സേനകളിൽ നിന്ന് കാത്തുകൊള്ളണം. ആ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ആ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ദുഷ്ടാത്മാക്കളിൽ നിന്ന് കാത്തുകൊള്ളണം. അപ്പൊ ആപത്തെന്താ? നമ്മളുടെ ആത്മാവ് ഇവിടുന്ന് വേർപിരിഞ്ഞ് ദൈവദൂതന്മാരാണ് കൂട്ടിക്കൊണ്ടുപോകേണ്ടത്. പക്ഷെ നമുക്ക് അത്യാഗ്രഹമുണ്ടെങ്കിൽ ദുഷ്ടാത്മ സേനകളാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കാരണം കർത്താവ് കൈവിടും. കാരണം എന്താ? കർത്താവിന്റെ കൽപ്പനകൾക്ക് നമ്മൾ വില കൊടുത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് കൈവിടാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അത്യാഗ്രഹങ്ങളൊക്കെ വിട്ടുപോകുക. അപ്പൊ ഈ ലൂക്കോസിന്റെ സുവിശേഷം ഈ 12-ാം അധ്യായത്തിന്റെ 13 മുതൽ വാക്യങ്ങളില് നമ്മൾ വായിച്ചു. എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ, ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. എന്നിട്ട് കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ഒരു ഉപമയും അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായി വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? എന്റെ ധാന്യം ശേഖരിക്കാൻ എനിക്ക് ഇടമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അവിടെ എന്റെ മുഴുവൻ ധാന്യവും വിഭവങ്ങളും ശേഖരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുക, കുടിക്കുക, ആഹ്ലാദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവത്തിലേക്ക് സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് കൂട്ടി വെക്കുന്നവനും ദൈവ വിഷയമായി സമ്പന്നനാകാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ, അയാൾക്ക് ധാരാളം കൃഷിഭൂമിയുണ്ട്, അത് നന്നായി വിളഞ്ഞു. കർത്താവ് പറയുന്ന ഒരു ഉപമയാണ്. അപ്പൊ അയാളോട് പറഞ്ഞു, എനിക്ക് ഇതാ ധാരാളം സമ്പത്ത് വന്നിരിക്കുന്നു, ഞാനിനി എന്തു ചെയ്യും? എൻ്റെ അറപ്പുരകളൊക്കെ പൊളിച്ച് പണിയും. എന്നിട്ട് എന്നോട് പറയും, അനേക നാളുകൾക്കുള്ളത് ശേഖരിച്ചു വെച്ചിരിക്കുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നമുക്കാണ് അങ്ങനെ വിളഞ്ഞതെങ്കിൽ, നമുക്കങ്ങനെ ധാരാളം കൃഷിഭൂമി ഉണ്ടായി, നന്നായിട്ട് വിളഞ്ഞു, നമ്മളാണെങ്കിൽ എങ്ങനെ പറയും? നമ്മളാണെങ്കിൽ എന്താ പറയുന്നത്? സഭയിലാണ് നമ്മൾ, വ്യക്തി പോട്ടെ, സഭയിലാണെങ്കിൽ എന്ത് പറയും? നമ്മളെ കൂടുന്നാണല്ലോ സഭ, അല്ലേ? അറിഞ്ഞുകൂടാ. നമ്മളാണ് ഈ പറയുന്നത് എങ്ങനെ? നിൻ വത്സലർ വന്തിരു ശ്രീകർ പ്രാർത്ഥനയാലേ വാഴ്ത്തുക നാഥ കൃപയാലേ പന്തീരുമാസങ്ങൾ വന്നിടുക കാലാകാലം വേനൽ വർഷം നന്മകൾ നാഥൻ നൽകട്ടെ വിളഭൂമികൾ വിളവും ഫലമൂലാദികൾ വളരാനായി വാഴ്വേറും വൃഷ്ടിയുമേകണമേ നിർധനരവശർ ഭക്ഷിച്ചു നിൻ സ്തുതി പാടട്ടെ. ഇതിൽ മനസ്സിലായോ?
കർത്താവെ 12 സ്ലീഹാന്മാരുടെ കണക്ക് ക്രമം അനുസരിച്ച് 12 മാസങ്ങൾ കൃപയോടെ വാഴ്ത്തണമേ പാതിരാക്കി ചൊല്ലുന്ന പാട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ചൊല്ലും പള്ളിയിൽ പോകുമ്പോൾ അല്ലേ, കേട്ടല്ലേ? നിങ്ങളെല്ലാവരും കൂടെ പാടി, അത് നിങ്ങൾ കാണാപ്പാടാം. 12 മാസങ്ങൾ കൃപയോടെ വാഴ്ത്തണമേ, വേനലും വർഷമായിട്ട് ക്രമമായിട്ടുണ്ടായി, ഫലമൂലാദികൾ വളരണം, വാഴ്വേറും വൃഷ്ടിയുമേകണം, ഫലമൂലാദികൾ വളർന്ന് എന്ത് ചെയ്യണം? നിർധനരും അവശരും ഭക്ഷിച്ച് നിന്റെ സ്തുതി പാടണം. ഇതാണ് നമ്മൾ പറയുന്നത് അല്ലേ? അങ്ങനെയാണ് പറയാറ്. കാച്ചിലുണ്ടായി, ചേമ്പുണ്ടായി, ചേനയുണ്ടായി, തൊഴിലുറപ്പിന് ഈ മാസം തുടങ്ങി, കഴിഞ്ഞ മാസം 2000 രൂപ കിട്ടി. ദൈവമേ, അതിൽ നിന്ന് 200 രൂപ ഞാൻ എന്ത് ചെയ്യും? 200 രൂപ എന്ത് ചെയ്യും? പാവങ്ങൾക്ക് കൊടുക്കും. ഈ പ്രാവശ്യം ജാതിക്ക് വിളവ് കൂടുതലുണ്ടായി, കപ്പയ്ക്ക് ഒരുവിധം വില കിട്ടി, എന്ത് ചെയ്യും? കൊക്കോക്കായന് വില ഉണ്ടായി, എന്ത് ചെയ്യും? നാളത്തേക്ക് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കുരുമുളക് എന്ത് ചെയ്തു? എടുത്തു വെച്ചു. ജാതിക്ക് എടുത്തു വെച്ചു. എല്ലാം ഇങ്ങനെ എടുത്തു വെച്ച് അല്ലേ? ശരിയല്ലേ? എന്താ ചെയ്യണേ? കൂട്ടി ഇങ്ങനെ വെക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? എന്താ? നിർധനരും അവശരും ഭക്ഷിച്ച് നിന്റെ സ്തുതി പാടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം മനസ്സിലായോ? ധനവാന്മാരെല്ലാവരും സ്വത്ത് ഭാഗം ചെയ്യാൻ പറയുന്നതും ബഹളം ഉണ്ടാക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? അത് പള്ളിയുടെ ആയാലും സഭയുടെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും എന്തിനു വേണ്ടിയാണ്? അവനവന്റെ തലമുറകൾക്ക് അനുഭവിക്കാൻ അല്ലേ? പള്ളി സ്വത്ത് കൂട്ടണം എന്തിനാ? പള്ളിക്ക് സ്വത്ത് എന്തിനാന്ന് നമ്മൾ ചോദിക്കൂലേ? പിരിവിന് വരുമ്പോഴേ ചോദിക്കലേ. നമ്മളോട് ചോദിച്ചോട്ടോ, സ്വത്ത് നമുക്ക് എന്തിനാന്ന്? പള്ളിയിൽ പിരിവ് ചോദിക്കുമ്പോൾ നമ്മൾ പറയും പള്ളിക്ക് എന്തിനാ നമ്മൾ ഇതിന് മാത്രം സ്വത്ത്. നമ്മൾ എന്തെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് എന്തിനാ ഇതിന് മാത്രം സ്വത്ത്? ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആരും അവനവരോട് ചോദിക്കുന്നില്ല. എല്ലായിടത്തും എല്ലാവർക്കും എന്താണ് വേണ്ടത്? സ്വത്ത്. അതുകൊണ്ട് നമ്മൾ തിരുത്തണം. അപ്പൊ ആ മനുഷ്യനോട് എന്റെ പിതൃസ്വത്ത് പങ്കുവെക്കാൻ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സ്വത്ത് ഭാഗം ചെയ്യുന്നവനും ന്യായാധിപനുമാക്കി ആരാണ് എന്നെ നിയമിച്ചതെന്ന് ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായോ? നമ്മളെല്ലാവരും ഒരുപോലെ സ്വത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചാലും നമ്മളോട് ഇങ്ങനെ തന്നെ കർത്താവ് പറയും. ഇനി കേട്ടില്ലെങ്കിൽ അവസാനം നമ്മളെ കൈവിടും. മനസ്സിലായില്ലേ? കൈവിട്ട് കളയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ അവനോട് തന്നെ പറഞ്ഞു, അവൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് ഒരിക്കലും നമ്മളോട് പറയുന്നത് മറ്റുള്ളവരും കൂടി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നേ പറയാവൂ. ആരാണ് ഭക്ഷ്യതൃപ്തരാകണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം ഗോചമ്പ് പറിച്ചപ്പോ അവരും ഇങ്ങോട്ട് കുറച്ച് തന്നാ, എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ പറിക്കുമ്പോ കുറച്ച് അവർക്ക് കൊടുക്കാം. കൊണ്ടു ചെന്നപ്പോ ചോദിച്ചു, എന്തിനാ പിള്ളേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഷുഗറും പണ്ടുവാരം അങ്ങേ അറ്റത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നാലും കൊണ്ടുവന്നല്ലേ അവിടെ വെച്ചേരെ. എന്നിട്ട് തിന്നിട്ട് ഏമ്പൊക്കെ പൊട്ട് ഗ്യാസ് കയറി ഇതെല്ലാം കഴിഞ്ഞപ്പോ പറഞ്ഞു, ആ വടക്കേലെ ലീലാമ്മ കൊണ്ടു തന്നാരണം മേടിച്ചു വെച്ചാണ്. ഇപ്പൊ എന്തായിട്ട് പാടില്ല, കണ്ടപ്പോ തിന്നുകയും ചെയ്തു. പറഞ്ഞു മനസ്സിലായില്ലേ? പാവങ്ങളൊക്കെ എവിടെ ഉണ്ടെന്നൊന്നും അന്വേഷിച്ചില്ല. കാരണം എന്താ? എവിടെ ഇപ്പൊ പാവങ്ങളുള്ളതെന്ന് ആർക്കറിയാം? എവിടെ ഒരിടത്തും പാവങ്ങളൊന്നും ഇല്ല. അപ്പൊ അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ കാര്യത്തിലൊക്കെ കർത്താവ് ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നൊക്കെ ഇഷ്ടാവുണ്ടോ? അഡ്വാൻസ് ആയിട്ട് ഞാൻ 2-3 വചനം പറഞ്ഞായിരുന്നു. നിങ്ങളെ പിതാവ് യേശുക്രിസ്തു വഴി ലോകസ്ഥാപനത്തിന് മുമ്പേ വിശുദ്ധീകരിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അതുകൊണ്ട് അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ പരിശുദ്ധരാകണം. അപ്പൊ പരിശുദ്ധിക്ക് തടസ്സമായ ഒരു വലിയ പാപമാണ് എന്ത്? ധനമോഹം അല്ലേ? കേട്ടിട്ടില്ലേ? നമ്മുടെ നമസ്കാര പുസ്തകത്തിലും കുർബാന പുസ്തകത്തിലൊക്കെ കുമ്പസാരിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്.
ആ ഭാഗത്തിന്റെ കുമ്പസാരത്തിന്റെ ഭാഗത്തിലേക്ക് വരുമ്പോ മരണകരമായ പാപങ്ങൾ എന്ന് പറഞ്ഞ് 7 പാപങ്ങൾ കൊടുത്തിട്ടുണ്ട്. മരണകരമായ പാപങ്ങൾ, ലഘുപാപങ്ങൾ. മരണകരമല്ലാത്ത പാപം, മരണകരമായ പാപം. അപ്പൊ മരണകരമല്ലാത്ത പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം ക്ഷമിക്കും. മരണകരമായ പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നാണ് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ യോഹന്നാൻസിലെ പറയുന്നത്. അപ്പൊ മരണകരമായ പാപങ്ങളിലുള്ള പാപമാണ് എന്ത്? ആ ദ്രവ്യാഗ്രഹം. ഒരു വല്യപ്പൻ മരിക്കാൻ കിടന്നിട്ട് എന്ത് ചെയ്തിട്ടും മരിക്കണില്ല, മാസങ്ങളായി മരിക്കാതെ ഇങ്ങനെ കിടക്കുക. അപ്പോ ഒരു ചേച്ചി കുറെ ദൂരേന്ന്, അവർ അയൽവക്കത്ത് പണ്ട് താമസിച്ചിരുന്ന, പിന്നെ അവിടുന്ന് വിറ്റ് ദൂരേട്ട് പോയി. പക്ഷെ ഈ വല്യപ്പൻ മരിക്കാൻ കിടക്കുന്നു, മരിക്കണില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഈ ചേച്ചി കുറെ ചില്ലറ പൈസകള്, 1 രൂപയുടെ 2 രൂപയുടെ 5 രൂപയൊക്കെ എടുക്കും, ഒരു വലിയൊരു കെട്ട്, കിഴിക്കെട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കൊണ്ടുവന്നു ഈ മക്കളായി കൊടുത്തു. മക്കള് ഈ വല്യപ്പന്റെ ചെവി കൊണ്ടുവന്ന് ഇങ്ങനെ കിലുക്കിയിട്ട് പറഞ്ഞു, ഈ ചേച്ചിയുടെ പേര് പറഞ്ഞിട്ട് ഇന്നയാള് തന്നതാന്ന് പറഞ്ഞു. അപ്പൊ തലയാട്ടി. പിന്നെ 1 മണിക്കൂർ ആ വല്യപ്പൻ കിടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മരിച്ചു. 1 മണിക്കൂർ ശേഷം മരിച്ചു. കാരണം പണ്ട് നാണയമുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ ചില പൈസയുള്ള കാലത്ത്, 4 അണ 1 അണ എന്നൊക്കെ പറഞ്ഞ ആ കാലത്ത് ഒരു നല്ല തുക വായ്പ കൊടുത്താണ് ഇവർക്ക്. തിരിച്ചെന്നവരെയും കിട്ടിയിട്ടില്ല. ഇപ്പൊ മക്കൾക്ക് അത് വേണ്ട, പക്ഷെ അപ്പന്റെ ആത്മാവ് പോകണമെങ്കിൽ അപ്പനത് കിട്ടിയെന്ന് ഉറപ്പാക്കണം. അപ്പൊ മക്കൾ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ് ആർക്ക്? ഈ ചേച്ചിക്ക്. ചില്ലറ ആക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കിലുക്കിയിട്ട് പറഞ്ഞു ഇന്നയാള് തന്നതാണ്. അപ്പൊ കിട്ടി, ബോധ്യപ്പെട്ടു, മരിച്ചു. എന്തിലാണ് ആ വല്യപ്പൻ മരിച്ചത്? മരണകര ദ്രവ്യാഗ്രഹത്തിലാണ് മരിച്ചത്. ദ്രവ്യാഗ്രഹത്തിലാണ് മരിച്ചത്. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില കെട്ടുപാടുകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ആരെങ്കിലൊക്കെ മേടിച്ച് തരാത്തതോ, തന്നു എന്ന് പറഞ്ഞതോ, നുണ പറഞ്ഞു എന്നൊക്കെ നമ്മൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കണതോ, തരാന്ന് പറഞ്ഞിട്ട് തരാതിരിക്കണതോ, മനസ്സിലായില്ലേ? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങ് വിട്ട് കളയാൻ പറ്റുമെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പോഴേ പ്രത്യേകിച്ച് ഈ നമുക്ക് ഈ ആമ്പിള്ളേരെ കുറിച്ച് എപ്പോഴും പരാതിയുള്ള ഇങ്ങടെ ആട്ടാൻ വെച്ച് ആദ്യം കയറിയിട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ എപ്പോഴും എന്തായിട്ട് തരാന്ന് പറഞ്ഞ് മേടിച്ചേണേ തരൂല എന്ന് എനിക്കറിയാം. വിട്ടുകൊടുക്കൂല. അവരുടെ കയ്യിലില്ല എന്ന് നമുക്കറിയാം. നമ്മൾ കൊടുക്കുകയും ചെയ്യും, പിന്നെയും കൊടുക്കും, ഇനിയും ചോദിച്ചാലും കൊടുക്കും. പക്ഷെ ഇത് നമ്മുടെ ഒരു ദൈവമാണ്. അതുകൊണ്ടത് വർത്താനം പറയാതെ കൊടുക്കൂല. ഇന്നാള് നീ തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലോ. എനിക്ക് നീ ഒരാളൊന്നുമല്ല, എനിക്ക് വേറെ ഉണ്ട്, എനിക്ക് പല കാര്യങ്ങളുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇങ്ങനെ കുറെ പറഞ്ഞിട്ട് കൊടുക്കും. ഇത് മക്കൾക്ക് അറിയാവുന്നതുകൊണ്ട് അവര് നമ്മുടെ ഈ ബലഹീനത്തെ അവർ പറ്റിക്കുകയും ചെയ്യും. മേടിച്ചിട്ട് തരികയില്ല, പിന്നെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവം? നമ്മളിത് മക്കളായതുകൊണ്ട് കൊടുത്ത അയൽവക്കത്തുകാർക്ക് കൊടുക്കുമോ? അയൽവക്കത്തുകാർ ഒരാള് ഒരു 50,000 രൂപ വായ്പ അടിച്ചിട്ട് തിരിച്ചു തന്നില്ല, പിന്നെ കൊടുക്കുമോ? 5 രൂപ കൊടുക്കും. 50,000 പോട്ടെ, 5 രൂപ കൊടുക്കുമോ? കൊടുക്കൂല. അപ്പൊ ഈ പരാതി പറഞ്ഞിട്ട് കൊടുത്തത് ആർക്കാ? മക്കൾക്കായതുകൊണ്ടാ. ആ നാത്തൂനെ വന്ന് ചോദിക്കണമെങ്കിൽ കൊടുക്കുവോ? കൊടുക്കൂല. എൻ്റെ നീ വന്ന സമയം വൈകിപ്പോയല്ലോ, കാര്യം കുരുമുളകിട്ട് കാശൊക്കെ ഇരിക്കണ്ടായിരുന്നു, ഇന്നലെ ആങ്ങള അതെന്തോ തിരിമറി ചെയ്തു, ഇന്നലെ വരാറുന്നെങ്കിൽ ആ നടക്കായിരുന്നു. എന്നാലും ചേച്ചി ഒന്ന് ചോദിച്ചു നോക്കി. ചേച്ചി ഞാൻ ചോദിക്കില്ല, അയാൾക്ക് ദേഷ്യം വരും. നീ തന്നെ ചോദിക്കുന്നു, നിന്റെ ആങ്ങളല്ലേ, ചോദിച്ചോ. ഇപ്പൊ ആങ്ങളെ വരാൻ കാത്തിരിക്കും. ആങ്ങളെ നേഴ്സിംഗിന്റെ 2ാമത്തെ സെമസ്റ്ററിന് പൈസ അടച്ചിട്ടില്ല. ആങ്ങളെ ഷീറ്റ് വിറ്റ പൈസ ഇരിക്കണമെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു, കുരുമുളകിറ്റ പൈസ ഇരിക്കണമെന്ന് അറിഞ്ഞാൽ ഇത്ര പൈസ കിട്ടിയെന്ന് പറഞ്ഞു. അത് കിട്ടി. അപ്പം തന്നെ അത് വേറെ വഴിക്ക് അങ്ങ് പോയി. ആ ലോൺ അങ്ങ് പുതുക്കി ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അതങ്ങ് പോയ കാരണം കുറെ പലിശ അളവ് കിട്ടുമെന്ന് വെച്ചാൽ അപ്പം തന്നെ അങ്ങ്
അപ്പൊ തന്നെ അങ്ങ് ചെയ്തു പോയി. നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. മനുഷ്യനെ ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്നിടും, നാളെ ഇത് കേട്ടറിഞ്ഞ ആളുകൾ ചോദിക്കാൻ വരും. സംഭവം മനസ്സിലായില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കള്ളൻ കിടന്ന് ഉറങ്ങുകയാണ്. ഏത് കള്ളനാ? നമ്മളെ നരകത്തിൽ കൊണ്ടുവന്ന് ആടിക്കണ ഈ കള്ളൻ, ഈ ധനമോഹം കേട്ടോ. അപ്പൊ അത്യാഗ്രഹം. അപ്പൊ നമ്മുടെ പ്രസംഗത്തിന്റെ വിഷയം എന്താണ്? അത്യാഗ്രഹ മൂലം ഉണ്ടാകുന്ന ആപത്ത്. ഈ ആപത്തിൽ നമ്മൾ ചെന്ന് ചാടും. ഹല്ലേലൂയ. ഈ ആപത്തിൽ ചാടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. എങ്ങനെയാ കർത്താവ് പറഞ്ഞ്? സദാ ജാഗരൂകരായിരിക്കണം. എന്നിട്ട് ഒരു വാക്കും കൂടി കർത്താവ് പറഞ്ഞു. എന്താണ്? ദൈവത്തിലേക്ക്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും ഈ ഭോഷനെ പോലെയാണ്. കാരണം എന്താ? ഭോഷ, ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഇന്ന് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്ന് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ചിന്തയും ആലോചനയൊക്കെ വന്നു. ആദരയാൽ നാദാദേവ ദാസൻ വേഗണമേ പുണ്യം എന്ന പാട്ട് പാടിയപ്പോൾ പിന്നാലെ വന്നോൻ ദൂതൻ വീണാനൻ മീതെ വേഗം, ഞാൻ അറിയാതെന്നെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയാൻ. ആ മനുഷ്യൻ ഒരു ഇടവഴിയിൽ നിന്ന് തൻ്റെ സ്വിഫ്റ്റ് കാറിൽ മെയിൻ റോഡിലേക്ക് കയറുന്നു. മെയിൻ റോഡിൽ നിന്ന് ഒരു ബസ് വരുന്നു, ഇടിച്ച് തരിപ്പണമാകുന്നു. വണ്ടിയിൽ കാറിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയി. ഫയർഫോഴ്സുകാർ വന്ന് കാറ് വെട്ടിപ്പൊളിച്ചെടുത്താണ് എടുത്തത്. ആള് മരണപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ ഞാൻ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ രാത്രി ഇരുന്ന് ഇങ്ങനെ പാടുകയാണ്. എന്നെ ഒരുപാട് ഇങ്ങനെ ചിന്തിപ്പിക്കുകയാണ്. പിന്നാലെ വന്നോൻ ദൂതൻ വീണാനൻ മീതെ വേഗം, ഞാൻ അറിയാതെന്നെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയൻ. ബാന്ധവരെ കാണാൻ അല്പം നിൽക്കണമെന്നഭ്യർത്ഥിച്ചൻ. കേട്ടില്ലൻ വാക്യം ദൂതൻ, വാങ്ങിച്ചില്ലൻ കൈക്കൂലി. ചെറുപ്പക്കാരനായതുകൊണ്ട് മരിച്ച തിരുമേനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ തിരുമേനി ഒരു ശുശ്രൂഷ നടത്തി. ആ ശുശ്രൂഷ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പാട്ടൊക്കെ ഇങ്ങനെ പാടിയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ, ഇതിന്റെ അർത്ഥമൊക്കെ ഈ വീട്ടുകാർക്ക് അറിയാമായിരുന്നെങ്കിൽ അലമുറയിട്ട് നിലവിളിക്കൂലേ? അല്ലേ? പിന്നാലെ വന്നോൻ ദൂതൻ വീണു എൻ്റെ മീതെ, ഞാൻ അറിയാതെ എന്നെ നേരെ കൂട്ടിക്കൊണ്ടുപോയി. ബന്ധപ്പെട്ടവരെ, ബാന്ധവരെന്ന് പറഞ്ഞ ബന്ധക്കാരെ കാണാൻ അല്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കേട്ടില്ലൻ വാക്യം ദൂതൻ, വാങ്ങിച്ചില്ലൻ കൈക്കൂലി. അല്ലേ? അവരവിടെ ഇരുന്ന് വിതുമ്പണില്ലേ? ആ ഭാര്യ, മക്കള് എല്ലാം വിതുമ്പുകയാണ്. എന്താണ് വിതുമ്പുന്നത്? ഒരു വാക്ക് പറയാൻ പറ്റിയില്ല, ഒന്ന് കാണാൻ പറ്റിയില്ല, ഒന്ന് ശുശ്രൂഷിക്കാൻ പറ്റിയില്ല. എങ്ങനെയാണ് ഈ കാറിനകത്തിരുന്ന് മരിച്ചതെന്ന് പോലും അവരിങ്ങനെ ആദ്യ കയറുകയല്ലേ? അല്ലേ? ഇപ്പൊ ഈ പാട്ടിന്റെ ഒക്കെ അർത്ഥം അറിയാതെ പോയതല്ലേ നിലവിളിയുടെ ആക്കം കുറയണതിന്റെ കാരണം? അല്ലേ? ശരിയല്ലേ? ഈ പാട്ടിന്റെ ഒക്കെ അർത്ഥം അറിഞ്ഞായിരുന്നെങ്കിൽ ഈ നിലവിളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞെങ്കിൽ, ഭോഷ, ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും പരക്കം പായുവോ? ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമ്പന്നനാകാതെ ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും പരക്കം പായുമെന്ന ചോദ്യം. വചനം കേൾക്കാൻ നേരമില്ല, പള്ളിയിൽ പോകാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല. മനസ്സിലായോ? തിരക്കോട് തിരക്കാണ്. എന്തിന്? പൈസ വേണം, പൈസ വേണം, പൈസ വേണം. പൈസ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും?
അതുകൊണ്ട് ഒരു തീരുമാനം ഇന്ന് രാത്രി എടുക്കണം. എന്താണ് ആദ്യം വേണ്ടത്? സദൃശവാക്യങ്ങൾ നമ്മൾ ആദ്യം വായിച്ചു. 18:10 നീതിമാൻ ദൈവത്തിന്റെ സുരക്ഷിതത്തിലേക്ക് ഓടി അടുക്കുന്നു, ധനവാൻ അവന്റെ ധനത്തിൽ ശക്തി കേന്ദ്രത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചിന്ത, നമ്മുടെ ഉള്ളിൽ പൊട്ടനാണോ പോഷത്വമാണോ, പങ്കുവെക്കാനുള്ള മനസ്സ് ഒക്കെ നമുക്കുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. എഴുന്നേറ്റ് നിൽക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. വിവേകിയും വിജ്ഞാനിയുമായ മനുഷ്യനാകണമെന്ന് കർത്താവ് ഞങ്ങളെക്കുറിച്ച് കരുതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പോഷനാകുകയാണ്. സഭ ഞങ്ങളോട് പറഞ്ഞു, ഫലമൂലാദികളൊക്കെ നന്നായിട്ട് വിളയണം, നിർദ്ധനും അവസരമൊക്കെ ഭക്ഷിച്ച് സ്തുതി പാടണമെന്ന്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ വരുമാനം ഞങ്ങൾക്ക് തന്നെ തികയുന്നില്ല എന്നുള്ള ആലോചനയാണ് ഞങ്ങൾ പോകുന്നത്. ഓരോ വിളവെടുപ്പും ഞങ്ങൾക്ക് നഷ്ടമാണെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ ലാഭമാകുമായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ലാഭത്തിന്റെ പുറകെ ഞങ്ങൾ ഓടുമ്പോൾ ഞങ്ങൾ ഒരിക്കലും കർത്താവെ ചിന്തിക്കുന്നില്ല ഇത് നാശത്തിലേക്കാണ് എന്ന്, പോഷത്വത്തിലേക്കാണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. എന്നാൽ ആ സഹോദരനോട് അങ്ങ് പറഞ്ഞു, ആരാണ് എന്നെ നിങ്ങളുടെ ന്യായാധിപനും സ്വത്ത് ഭാഗം ചെയ്തവനും ആക്കിയത്? സകല അത്യാഗ്രഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞുകൊള്ളുക എന്ന് അവിടുന്ന് കൽപ്പിച്ചത് ഇന്ന് എന്നോടാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ എല്ലാ ചിന്തകളും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഞാൻ വായ്പ കൊടുത്തിട്ടോ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ സഹായിച്ചിട്ട് തിരികെ എന്നെ സഹായിക്കാതെ, എൻ്റെ ആപത്തിൽ സഹായിക്കാതിരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ദേഷ്യം പിടിക്കുകയോ വാശി പിടിക്കുകയോ മുമ്പത്തെ പോലെ സ്നേഹം കാണിക്കുകയോ ചെയ്യാതെ പോയിട്ടുണ്ട്. ആ വ്യക്തികളെയൊക്കെ സമർപ്പിക്കുകയാണ് കർത്താവെ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ ഓർക്കുക, നിങ്ങളുടെ മാതാപിതാക്കന്മാർ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തന്ന സമ്പത്തൊക്കെ നിങ്ങളുടെ ഭർത്തൃ വീട്ടിൽ വന്നപ്പോൾ ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി അതൊക്കെ എടുത്ത് ചെലവാക്കുകയും ഇന്ന് അതെല്ലാം നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് സങ്കടപ്പെടുകയൊക്കെയാണോ ചെയ്യുന്നത്? ഞങ്ങളുടെ ഒക്കെ നഷ്ടപ്പെട്ടു, ബോധമുള്ളവരും കഴിവുള്ളവരൊന്നും നഷ്ടപ്പെടുത്തിയില്ല. അതുകൊണ്ട് ഒരു വീട്ടിൽ തന്നെ ചിലരൊക്കെ സമ്പന്നരായി, ചിലരൊക്കെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയായി. ഇതൊക്കെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും തളർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. ഇന്നത്തെ സമ്പന്നൻ നാളത്തെ ദരിദ്രൻ, ഇന്നത്തെ ദരിദ്രൻ നാളത്തെ സമ്പന്നനാണെന്ന് തിരിച്ചറിയുക. മാളികാമുകളിൽ ഏറുന്ന മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ 2 നാൾ ദിനം കൊണ്ടൊരുത്തിനെയും തണ്ടിലേറ്റി നടത്തുന്നതും ദൈവമാണ് എന്നുള്ള ചിന്ത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമയം ഉപേക്ഷിക്കേണ്ടതില്ല, ഉപേക്ഷിക്കാൻ. ആരോടെങ്കിലും ധനഗമ മാർഗങ്ങളിൽ, കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളിൽ, സമ്പത്തിന്റെ നഷ്ടത്തിൽ ആരോടെങ്കിലും പകയോ വിദ്വേഷമോ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു നിമിഷം അവനവന്റെ മനസാക്ഷിയോട് ചോദിക്കുക. ഏതെങ്കിലും വിധത്തിൽ ജീവിത പങ്കാളിയോടോ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ അയൽവാസികളോടോ ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള മാനസികമായ അകൽച്ച സമ്പത്തിന്റെ പേരുണ്ടെങ്കിൽ, കർത്താവെ നിന്റെ തിരക്തമൊഴുക്കി എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവ വിഷയമായി സമ്പന്നനാകാനാണ് ഞാൻ ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുന്നത്. കർത്താവെ, അതുകൊണ്ട് ഇന്നത്തെ ധ്യാനം എന്നെ ദൈവികമായി സമ്പന്നനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ ഘട്ടത്തിൽ തരുമാറാകണമേ. ആമീൻ.